ഓണാഘോഷത്തിൻ്റെ ഭാഗമായി കനകക്കുന്നിൽ സംഘടിപ്പിച്ച പെറ്റ് ഷോയിലെ വളരെ രസകരവും ആശ്ചര്യകരവുമായ രംഗങ്ങളാണ്. വളർത്തു മൃഗങ്ങൾ മാത്രമല്ല, ഒട്ടകം, എലി തുടങ്ങി വിവിധ തരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും ആശ്ചര്യപ്പെടുത്തുന്ന കാഴ്ചകളാണ്. കണ്ടു നോക്കുക. നമ്മൾ കണ്ടിട്ടില്ലാത്ത പല പക്ഷി മൃഗാദികളെയും കൈകൊണ്ട് തൊടാനും അവയെ താലോലിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. സധൈര്യം കാണുക. എന്തെങ്കിലും അത് കൊത്തിയിട്ടുണ്ടോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത് കൊത്തിയിട്ടുണ്ടോ ഈ സാധനം? അതിൻ്റെ തല കാണാൻ പറ്റുമോ? തല ഇതിനകത്തുണ്ട്. സംഭവം ആള് ചുരുണ്ടുകൂടി ഇത് ഉപദ്രവിക്കില്ലേ? ഇതേ ഉപദ്രവിക്കില്ലേ ഇത്? ഇവിടെ ഇത് പെറ്റാണ്, കുഞ്ഞിലേ കൊണ്ട്. അങ്ങനെയാണല്ലേ. നമ്മളാണോ എൻ്റെ മാസ്റ്റർ? ഞാനല്ല. നിങ്ങൾ ഇത്ര ധൈര്യത്തോടെ പിടിച്ചേക്കണം. എനിക്ക് ശീലമായി അങ്ങനെ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നീ സംസാരിക്കില്ലല്ലോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഭയങ്കര കുണ്ടനെയാണ്. ഒന്നും പറയുന്നില്ലല്ലോ. എന്തെങ്കിലും പറയിപ്പിച്ചേ. എല്ലാം പറയണേ. കോടിന്ന് പറയും. ഇത് നല്ല വൃത്തിയാണല്ലേ. ലക്കി ലക്കി അതിനാരെയൊക്കെ കാണുമ്പോ ഭയങ്കര ഇതാണ്. അടുത്താലേ എത്ര സമയം ഉറങ്ങുന്നതിന്? 20 മണിക്കൂർ. 20 മണിക്കൂർ ഉറങ്ങുന്ന ഒരു സാധനം. 20 മണിക്കൂറാണ് ആളെ ഉറക്കം. 4 മണിക്കൂർ മാത്രമേ അത് ആക്റ്റീവായിട്ട് ഇരിക്കത്തുള്ളൂ. പക്ഷെ വിളിച്ചാൽ ഉണരുകയൊക്കെ ചെയ്യും. കണ്ടോ ഇപ്പം കണ്ടോ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഹാഫ് ഉറക്കമാണ്. പിന്നെ ഇവളും ഇതിന് നോൺ വെജ് ആണ്. ഇറച്ചി അതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ ആൾ നല്ല പെറ്റാണ് കേട്ടോ. ബാക്കിയത് കൈയിട്ടാത്തവരും കടിക്കത്തില്ല. ഇവിടെ ആർക്ക് വേണമെങ്കിൽ വന്നാലും എടുക്കുകയും ചെയ്യാം, കൈകാര്യം ചെയ്യാം. ഭയങ്കര പെറ്റാണ്. നല്ല ഭയങ്കര ആക്റ്റീവ് ആണ് ആൾ. ആ 4 മണിക്കൂർ പേര് പെർട്ടെന്ന് പറയും. സീരിയയിലെ ഒരു കാറ്റഗറിയിൽ വരും. ഇത് ഓസ്ട്രേലിയ. കടിക്കോ? ഒരു പിടിയില്ല. കടിക്കുമായിരിക്കും. കടിക്കാൻ സാധ്യതയില്ല. ഇഗ്വാന. ഇഗ്വാൻ.
ഐറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡോഗ് അർജന്റീനയിൽ നല്ല ബൈറ്റ് വോയിസിങ് ഏറ്റവും ഇതിൽ പറയാൻ റോഡ് വീലറിനെക്കാട്ട് കൂടുതലാണ് ആൾ അഗ്രസീവാണ്. പക്ഷെ നമ്മൾ വളർത്തുന്ന രീതി അനുസരിച്ച് ആൾ ഭയങ്കര കാമാണ്. ആർക്കാണോ കൊച്ചു പിള്ളേർക്ക് വരെ ഹാൻഡിൽ ചെയ്യാം. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും, ബാക്കി എങ്ങനെയായിരിക്കും. പക്ഷേ ഭയങ്കര അപകടകാരിയാണ്. പുതിയ വരെ നമുക്ക് എങ്ങനെയെങ്കിലും പിടിക്കാം, ആ രീതിയാണ് വരുന്നത്. പന്നിയൊക്കെ വേട്ടയിടാനൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യണം. പക്ഷേ നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും. പക്ഷെ ആൾ കൊണ്ട് പറയാം കൊച്ചു പിള്ളേർക്ക് വരെ ഹാൻഡിൽ ചെയ്യണം. വളർത്തുന്ന രീതിയിലാണ് വ്യത്യാസം. അങ്ങനെയാണ് ഏത് പട്ടി അഗ്രസീവ് ആവാൻ കാരണം, വളർത്തുന്ന രീതിയാണ്. ഇല്ല ഇത് ഡോഗ് അർജന്റീന എന്ന് പറയും. ഇത് ഫാദർ മദറൊക്കെ ഇമ്പോർട്ടാണ്. 4 മാസമേ ഉള്ളൂ പ്രായം. 4 മാസം കഴിഞ്ഞ് പല്ല് കഴിഞ്ഞതേ ഉള്ളൂ. ഇതും അതുപോലെ തന്നെ. കൂട്ടുകാരെ, ഞാൻ ഷാഹി ഇഫക്റ്റ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാഹി ഇഫക്റ്റ്. കൂടുതൽ വിശേഷങ്ങളുമായി എപ്പോഴും ഞാൻ എപ്പോൾ ഉണ്ട്. പ്രോത്സാഹിപ്പിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കല്ലേ, നിങ്ങളുടെ സ്വന്തം ഷാഹി ഇഫക്റ്റ്.